ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് വിഷു എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും നല്ല കുറച്ച് സീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ അഞ്ജലി കുട്ടിക്ക് നമ്മുടെ അർജുൻ കൊണ്ടുവന്ന ആ സ്കൂട്ടർ കൊടുക്കുകയാണ്. ഒരു സർപ്രൈസ് ഒരുക്കി പുറത്ത് പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ പോലീസുകാർ നടക്കുകയാണെന്നൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് ആര്യയും അർജുനും കൂടി അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയെടുത്ത് അഞ്ജലിക്കുട്ടിയുടെ മുമ്പിൽ സ്കൂട്ടർ അവതരിപ്പിക്കുകയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയി പോയി കേട്ടോ ശരിക്കും അഞ്ജലിക്ക്. അപ്പോൾ പുള്ളിക്കാരി വളരെയധികം സന്തോഷവും സങ്കടവും എല്ലാം കൊണ്ടും ഒരു പ്രത്യേക അവസ്ഥയിൽ തന്നെ എത്തിച്ചേർന്നു എന്ന് പറയാം. എന്താണെങ്കിലും അർജുൻ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ ചെയ്തത്. കാരണം അഞ്ജലിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് അച്ഛൻ മേടിച്ച് കൊടുത്തിട്ടുള്ള ആ സ്കൂട്ടർ എന്ന് അർജുൻ അറിയാം. അതുകൊണ്ടാണ് അർജുൻ ഇല്ലാത്ത കാശുണ്ടാക്കി അത് ചെയ്തത് കേട്ടോ. എന്താണെങ്കിലും വളരെയധികം സന്തോഷം അഞ്ജലിക്കുട്ടിക്കായി കേട്ടോ. അപ്പോൾ ഇതുകൂടാതെ ആര്യ ഇതിനൊക്കെ ശേഷം ആര്യ അഞ്ജലിയോട് പറയുന്നുണ്ട് അർജുൻ്റെ കേസിൽ ഒരു തീരുമാനം എടുക്കണം, രാജീവിൻ്റെ കേസിൽ ഒരു തീരുമാനം എടുക്കണം. കാരണം ഒരുപാട് കാര്യങ്ങൾ രാജീവ് നിനക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ അഞ്ജലി പറയും, അപ്പോൾ അമ്പാടി സാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ആര്യ പറയും അതുപോലെയല്ല ഇത്, നിന്നെ തോക്കിൻമണിയുടെ മുമ്പിൽ നിന്ന് രക്ഷിച്ചു, പല സംഭവത്തിൽ നിന്നെ അപകടത്തിൽ നിന്നൊക്കെ രാജീവ് രക്ഷിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഇപ്പോൾ സ്കൂട്ടർ വാങ്ങി തന്നു, അച്ഛൻ്റെ പല കാര്യങ്ങളും സഹായിച്ചു. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അഞ്ജലിക്ക് വേണ്ടിയിട്ട് ശരിക്കും പിന്നെ രാജീവ് ചെയ്തിട്ടുണ്ടെന്ന് ആര്യ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ അഞ്ജലി ഇങ്ങനെ ആലോചിക്കുകയാണ്. നമ്മുടെ അർജുൻ ചെയ്ത ഓരോ കാര്യങ്ങളും അഞ്ജലിയുടെ മനസ്സിലേക്ക് വരികയാണ് കേട്ടോ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അഞ്ജലിയുടെ മനസ്സിൽ രാജീവ് നമ്മുടെ അർജുനുണ്ട് കേട്ടോ. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് പുള്ളിക്കാരിക്ക് ഒരു യെസ് പറയാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ സത്യം. കാരണം ഒരുപാട് പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും എല്ലാം നടുവിലാണ് നമ്മുടെ അഞ്ജലി കുട്ടി ഉള്ളത് അല്ലേ. അതാണ് പുള്ളിക്കാരിക്ക് ഒരു യെസ് പറയാനായിട്ട് പറ്റാത്തത് കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് തീരുന്ന സീൻ എന്ന് പറയുന്നത് വെള്ളമടിച്ച് അബി ഒരു ബാറിലിരിക്കുകയാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുന്നില്ല, ആകെ സീനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ അഞ്ജലിക്ക് ഈ സ്കൂട്ടർ കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്താണ് ബാറിൽ നിന്ന് അവർ വിളിക്കുന്നത്, ഇങ്ങനെ നിങ്ങളുടെ ചേട്ടൻ ഇങ്ങനെ വെള്ളം അടിച്ചിരിക്കുകയാണ്, പോകുന്നില്ല, ഞങ്ങൾക്ക് ഷോപ്പ് അടയ്ക്കണം, എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അർജുൻ അവിടെ എത്തുകയും അബി വളരെ മോശം ഒരു അവസ്ഥയിലാണ് ഉള്ളത് കേട്ടോ. അപ്പം താൻ സ്നേഹിക്കുന്ന പെണ്ണിനെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അർജുനോട് അബി ആ സമയത്ത് പറയുന്നുണ്ട്. അത് ആരാണെന്ന് നിനക്ക് അറിയാവോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ആരാണെന്ന് അർജുൻ ചോദിക്കുമ്പോൾ അതെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ സംഭവം അത് അഞ്ജലിയാണെന്ന് പറയാനായിട്ട് വന്നിട്ട് പിന്നെ അത് വേണ്ടാന്ന് അബി വെക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും അബിയുടെ ഈ അവസ്ഥ കണ്ട് ശരിക്കും പറഞ്ഞാൽ അർജുന് വളരെയധികം വിഷമം വരും. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട്. വളരെ നല്ലൊരു പ്രൊമോ തന്നെയാണ് പ്രധാനമായിട്ടും ഹൈലൈറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അഭി തിരിച്ച് വെള്ളമടിച്ച് വീട്ടിലെത്തുമ്പോൾ അവിടെ ഹെവി സീന് നടക്കുകയാണ് കേട്ടോ. അതിനു മുമ്പായിട്ട് പലരും അവിടെ വെച്ച് അനുപമയെ കുറ്റം പറയുന്നുണ്ട് കേട്ടോ. അഭി ഇങ്ങനെ വീട്ടിൽ വരാത്തതിന് പ്രധാന കാരണം അനുപമയാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അനുപമയെ എല്ലാവരും കൂടി ആക്രമിക്കുന്ന ഒരു കൂട്ടം കൂടി വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്ന ഒരു സീനൊക്കെയാണ് നടക്കുന്നത്. എന്താണെങ്കിലും അബി വീട്ടിലെത്തുമ്പോൾ സീനാകെ മൊത്തം മാറും കേട്ടോ. അബീനെ അമ്മ കയറി അടിക്കുകയൊക്കെ ചെയ്യും. ആകെ ഡാർക്ക് സീനായിട്ട് മാറുകയാണ് കേട്ടോ. പിന്നെ പ്രൊമോയിൽ രണ്ടാമത് കാട്ടിയ ഏറ്റവും അവസാനമായിട്ട് കാട്ടിയ സീനുകൾ എന്ന് പറയുന്നത് അഞ്ജലിയുടെ സ്കൂട്ടർ പിറ്റേ ദിവസം നമ്മുടെ ശകുന്തളാമ്മ കാണുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ശകുന്തളാമ്മ ഞെട്ടിപ്പോവും. അപ്പോൾ സ്കൂട്ടർ വിറ്റിട്ടില്ലായിരുന്നു എന്നൊക്കെ അഞ്ജലി ഇങ്ങനെ പറയുമ്പോൾ അമ്മ ചോദിക്കും, ആ പയ്യനാണോ നിനക്ക് കൊണ്ട് തന്നി എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു സീനാണ് പ്രൊമോയുടെ ഏറ്റവും അവസാന ഭാഗത്തൊക്കെ കാണിച്ചത് കേട്ടോ. കാരണം സ്കൂട്ടർ തിരിച്ചു കിട്ടിയതിൽ ശകുന്തളാമ്മയ്ക്കും വളരെയധികം സന്തോഷമാകും കേട്ടോ. അപ്പോൾ ശകുന്തളാമ്മ മിക്കവാറും അഞ്ജലിയോട് പറയും, നിന്നെ അവന് ഒരുപാട് ഇഷ്ടമാണ് മോളെ, നിനക്ക് അവനെ കല്യാണം കഴിച്ചുകൂടെ, നിന്നെ അവന് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മിക്കവാറും ശകുന്തളാമ്മ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി.